മാജിക് അവനിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ 2023 എന്നുള്ള സംഭവബഹുലമായ ഒരു വർഷം കൂടി അവസാനിക്കാൻ സമയമായി വരുന്നു. ഇനി ഈ വർഷം തീരുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. മാജിക് അവനും വർഷങ്ങളായിട്ട് നമ്മളും ഇങ്ങനെ എത്രയോ വർഷങ്ങൾ, എത്രയോ ന്യൂ ഇയർ അങ്ങനെ നമ്മൾ കണ്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂ ഇയറിനെ വരവേൽക്കാനായിട്ട് ഒരു മധുരം കൊണ്ട് വരവേൽക്കാം. അപ്പോൾ ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ ഇന്നത്തെ മധുരം എന്ന് പറഞ്ഞാൽ ഇതൊരു ചീസ് കേക്കാണ്, നോ ബേക്ക് ചീസ് കേക്ക്. ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആണ്, ഇപ്പോഴല്ല കുറച്ച് നാളായിട്ട് ട്രെൻഡിങ് ആണ് ബിസ്കോഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിസ്ക്കറ്റ്, ലോട്ടസ് ബിസ്കോഫ്. അപ്പോൾ ആ ഫ്ലേവറിലുള്ള ചീസ് കേക്ക്. ഇപ്പോൾ ചീസ് കേക്ക്സ് തന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പീനട്ട് ബട്ടറിൻ്റെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ബിസ്കോഫിൻ്റെ ഫ്ലേവറും ലോട്ടസ് ബിസ്കോഫ് എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. പണ്ടൊന്നും നമ്മുടെ നാട്ടിലത് അവൈലബിൾ അല്ലായിരുന്നു, കാരണം വിദേശത്ത് മാത്രം കിട്ടുന്ന ഒരു ബിസ്ക്കറ്റായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് വരുന്നവർ കൊണ്ടുവരും. പക്ഷേ ഇപ്പോൾ നാട്ടിൽ ഇത് അവൈലബിൾ ആണ്. ഈ ഫ്ലേവറിലുള്ള ചീസ് കേക്ക്സ് അവൈലബിൾ ആണ്. പല കഫേസിലും കിട്ടും, പല പേസ്ട്രി ഷോപ്സിലും കിട്ടും. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടുന്ന് വാങ്ങുമ്പോൾ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ലാഭമാണ്. എങ്കിലും വൺസ് ഇൻ എ വൈൽ ഒക്കെ ഉണ്ടാക്കാം. കടയിൽ പോയി കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി പൈസയാണ് നമ്മളിപ്പോൾ ചിലവാക്കുന്നതിനെക്കാട്ടിലും കൂടുതലാകും. ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അതിനെക്കാട്ടിലൊക്കെ ഒരുപാട് കുറവായിരിക്കും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ബിസ്കോഫ് ചീസ് കേക്ക്, നോ ബേക്ക്, ബേക്കിംഗ് ഇല്ല, ജസ്റ്റ് സെറ്റിംഗ് ഉള്ളി. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബിസ്കോഫി ബിസ്ക്കറ്റ് 30 എണ്ണം, ഉപ്പില്ലാത്ത വെണ്ണ 100 ഗ്രാം, ക്രീം ചീസ് 400 ഗ്രാം, വിപ്പിംഗ് ക്രീം 1 കപ്പ് എടുത്തിട്ട് വിപ്പ് ചെയ്യുക. ബിസ്കോഫി സ്പ്രെഡ് 300 ഗ്രാം മുതൽ 400 ഗ്രാം വരെ ആകാം. ഒരു 30 ലോട്ടസ് ബിസ്കോഫ് ബിസ്ക്കറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റ്സാണ് ലോട്ടസിൻ്റെ. ഇതിനൊരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാരമൽ ഫ്ലേവറാണ്, കാരമലൈസ്ഡ് ബിസ്ക്കറ്റ് പോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അയ്യോ, ഇത് തുടക്കത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത് പുറത്ത് പോകുമ്പോഴാണ്. അപ്പോൾ എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കുറേ കഴിച്ച് അതിൻ്റെ ഇഷ്ടം കുറച്ചുകൂടെ കുറഞ്ഞ് വരുമല്ലോ. ഇപ്പോൾ നാട്ടിലും കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഇഷ്ടമായിരുന്നു, ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് പൗഡർ ചെയ്തെടുക്കാം, നല്ല പൗഡർ. പറഞ്ഞാൽ സാധാരണ ചീസ് കേക്ക്സ് അങ്ങനെയാണ്. ബേസ് എന്ന് പറയുമ്പോൾ ഒരു ബിസ്ക്കറ്റ് ബേസാണ്. അപ്പോൾ ഇത് പൗഡർ ചെയ്തിട്ട് ഇനി ബട്ടറുമായിട്ട് ചേർന്നിട്ട് ഒരു 200 ഗ്രാം ബട്ടർ ഉരുക്കിയിട്ട് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു 30 ബിസ്ക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചിട്ട് വേണം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഒരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ലോട്ടസ് ബിസ്കോഫ് റെഡി. ഇനി വേണ്ടത് വെണ്ണ ഉരുക്കുക, എന്നിട്ട് അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വെണ്ണ ഉരുക്കാം. ബട്ടർ നന്നായിട്ട് ഉരുകി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ ഒരു 100 ഗ്രാം ബട്ടർ ഉരുക്കിയതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. 100 ഗ്രാംസ് ഓഫ് ബട്ടർ മെൽറ്റഡ്. ഒരു 30 ബിസ്ക്കറ്റ്സ് ഉണ്ടായിരുന്നു. ഇനി ഇത് ചൂട് പോകുന്നതിന് മുന്നേ തന്നെ സ്പ്രിംഗ് ഫോം പാൻ, അത് മസ്റ്റിൽ ബട്ടർ തേച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ഒരുപോലെ ഈവനായിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം. സാധാരണ ചീസ് കേക്ക് എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ബിസ്ക്കറ്റ് തന്നെ ആയിരിക്കും ബേസ്. സാധാരണ അധികം മധുരമില്ലാത്ത ബിസ്ക്കറ്റ്സാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഇതിപ്പോൾ ബിസ്കോഫിൻ്റെയാണ്, അപ്പോൾ അതിൻ്റേതായ മാറ്റം. അപ്പോൾ ഈവനായിട്ട് നല്ല അമർത്തി പ്രസ് ചെയ്ത് നമ്മളിത് സെറ്റാക്കിയിട്ടുണ്ട്. എങ്കിലും ഇതൊരു അല്പസമയം, ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രീം ചീസ്. 400 ഗ്രാം ക്രീം ചീസ് ഉണ്ട്. അത് പല ബ്രാൻഡ്സിലും കിട്ടും, നല്ലത് നോക്കി മേടിക്കുക. ഈ ക്രീം ചീസ് ബൈ ഇറ്റ്സെൽഫ് അതിന് മധുരം ഉണ്ടാവില്ല. അപ്പോൾ ഇച്ചിരി പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണത് ചേട്ടൻ ഒന്ന് സ്മൂത്താക്കിയത് നന്നായിട്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര,
അപ്പോൾ വീണ്ടും പൊടിച്ച പഞ്ചസാര ചേർക്കുന്നു. അപ്പോൾ ടോട്ടലായിട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്തത്. 400 ഗ്രാം ക്രീം ചീസ്. ഇനി ഇതിലേക്ക് പ്രധാന കാര്യം ചേർക്കാൻ പോകും. ഇത് ബിസ്കോഫ് ചീസ് കേക്കാണ്. അപ്പോൾ ബിസ്കോഫിൻ്റെ സ്പ്രെഡ് വാങ്ങാൻ കിട്ടും കുപ്പിയിൽ, നല്ല വില കേട്ടോ. അതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ശരിക്കും ആ ഒരു ബിസ്കോഫിൻ്റെ ഫ്ലേവർ കിട്ടും. ബിസ്ക്കറ്റ് ബേസിൽ ബിസ്കോഫാണ് എങ്കിലും ആ ഒരു ഫില്ലിങ്ങിലും കൂടി കുറച്ചുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ക്രീം ചീസ് ഫില്ലിംഗ് ഈസ് ഗെറ്റിംഗ് റെഡി. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വിപ്ഡ് ക്രീം അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് സാവധാനം നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വരും. ഒരു ചെറുതായിട്ട് കാര്യമായിട്ടല്ല, ചെറുതായിട്ട്. ഓവർ ബീറ്റിംഗ് ആവശ്യമില്ല, കാര്യം ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ അങ്ങനെ ഒരു ടെക്സ്ചർ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് കറക്റ്റായി ചീസ് കേക്കിൻ്റെ ഫില്ലിങ്ങും റെഡി. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ട് വന്നു. നമ്മുടെ ബിസ്ക്കറ്റ് ബേസ് വെച്ചിരുന്ന് ഉറച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്. ഇനി ഇത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് ഉറയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലൊരു ലെയറും കൂടി കൊടുക്കും. അത് ബിസ്കോഫിൻ്റെ ഈ ഒരു സ്പ്രെഡിനെ ഒന്ന് എന്താ പറയുക, ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഒന്ന് ഉരുക്കിയെടുക്കുക. എന്നിട്ട് അത് മെൽറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒഴിക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പാണ്. അതായത് ഏറ്റവും മുകളിലൊരു ടോപ്പിംഗ് ആയിട്ട് ഈ ഒരു സോസിയാക്കി ഒഴിക്കണം. നമ്മുടെ ബിസ്കോഫിനെ സോസിയാക്കണം. അതിപ്പോൾ അതിനായിട്ട് ഞാനൊരു 100 ഗ്രാംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തത് 200 ഗ്രാംസാണ് നമ്മുടെ ആ ഒരു ക്രീം ചീസിൻ്റെ കൂടെ. ഇതൊരു 100 അതായത് ഇപ്പോൾ നമ്മൾ 400 ഗ്രാമിൻ്റെ ഒരു കുപ്പി വാങ്ങിച്ചാൽ ഏകദേശം ഒരു 300-350 ഗ്രാം വരെ നമ്മൾ ഉപയോഗിക്കാം. പിന്നെ കുറച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം. 200 ഗ്രാമിൽ നിർത്താം. കമേഴ്ഷ്യൽ ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ബിസിനസ്സായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 400 ഗ്രാമിൻ്റെ ബോട്ടിൽ വാങ്ങിച്ചാൽ 1 kg ചീസ് കേക്കിന് ഉപയോഗിക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടെ ലാവിഷായിട്ട് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഒരു 100 ഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ്. വെള്ളം തിളയ്ക്കുന്നു. അതിൻ്റെ മുകളിൽ ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ഇതൊന്ന് മെൽറ്റ് ചെയ്യട്ടെ. ഈ ഒരു ചൂട് താഴെ നിന്ന് ഇങ്ങനെ ആവി അടിച്ചിട്ട് ഇത് മെൽറ്റ് ആയിക്കോളും. 100 to 150 ഗ്രാംസ് വരെ വേണ്ടി വരും ടോപ്പിംഗ്. പിന്നെ മിക്സ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ 200 മുതൽ 250 ഗ്രാം വരെയാണ്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഏതാണ്ട് 400 ഗ്രാമും തീരും കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ. മെൽറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യട്ടെ. ഇത് ഇച്ചിരി ഒന്ന് കൂളാകട്ടെ. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുവാണ്, ഒന്ന് സെറ്റാകാൻ വെച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 2 മണിക്കൂറെങ്കിലും 2 മുതൽ 4 മണിക്കൂർ വേണം സെറ്റായി കിട്ടാൻ. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് സെറ്റാകാനായിട്ട് ഫ്രീസറിലാണ് വെച്ചിരിക്കുന്നത്. എത്രത്തോളം സെറ്റാകുമെന്ന് അറിയില്ല, അധികം സമയം നമുക്കില്ല. അതുകൊണ്ട് ഇതൊന്ന് അല്പം താഴോട്ടെടുത്ത് വയ്ക്കാം. കുറച്ചുകൂടെ ഒന്ന് കൂളാകട്ടെ. എന്നിട്ട് ടോപ്പിംഗ് ആയിട്ട് ചീസ് കേക്കിൻ്റെ മുകളിലായിട്ട് വയ്ക്കും. 3rd ലെയർ നല്ല സ്മൂത്ത് ഒരു സോസായിട്ട് മാറിക്കഴിഞ്ഞു. ബിസ്കോഫ് സോസാണ്. അങ്ങനെ ഫ്രിഡ്ജിനകത്ത് നിന്നും ഒരുവിധം സെറ്റായിട്ടുണ്ട് നമ്മുടെ ചീസ് കേക്കിൻ്റെ 2nd ലെയർ ഫില്ലിംഗ് എല്ലാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലേക്ക് ഓൾമോസ്റ്റ് മാറിക്കഴിഞ്ഞു. ഇതിങ്ങനെ ഒഴിക്കാം.
നല്ലൊരു ഗ്ലേസിങ് ഒക്കെ ഇല്ലേ. ഇനി ഇത് വീണ്ടും ഫ്രിഡ്ജിൽ വയ്ക്കുന്നു. എല്ലാം പെർഫെക്റ്റ്ലി സെറ്റാകും. അത് കഴിഞ്ഞാൽ സാധാരണ ഒരു അലങ്കാരം എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് പൗഡർ വേണമെങ്കിൽ ബിസ്ക്കറ്റ് പൗഡർ ചെയ്തിട്ട് അതിനിങ്ങനെ ചുറ്റും ഒരു റൗണ്ട് ഇടാം. എന്നിട്ട് ബിസ്കോഫിയുടെ ഒരു ഫുൾ ബിസ്ക്കറ്റ് നടുക്കായിട്ട് വയ്ക്കും. ഇതാണ് എൻ്റെ ഒരു യൂഷ്വൽ. അപ്പോൾ പക്ഷേ ഇതൊന്ന് സെറ്റാകണം. സെറ്റായി കഴിഞ്ഞിട്ടായിരിക്കും അതൊക്കെ ചെയ്യേണ്ടത്. എന്തായാലും വീണ്ടും ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നു. അപ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ബിസ്കോഫ് ചീസ് കേക്ക് ഡിമോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താഴത്തെ ഒരു ലെയർ ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് ലെയർ, പിന്നെ ആ ചീസ് കേക്ക് ഫില്ലിംഗ് ലെയർ, ഏറ്റവും മുകളിൽ അഗെയിൻ ബിസ്കോഫിൻ്റെ സോസ് വെച്ചിട്ടാണ് ക്ലിയർ ചെയ്തത്. നല്ല ഭംഗിയില്ലേ. ഇനി ഇതിൻ്റെ മുകളിൽ അലങ്കാരം എന്ന് പറയുമ്പോൾ ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് തന്നെ പൊടിച്ചത് ഇങ്ങനെ ചുറ്റും ഇട്ട് ഇതൊരു ഓപ്ഷണലാണ് കേട്ടോ, വേണം നിർബന്ധമില്ല. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ ലോട്ടസ് ബിസ്ക്കറ്റ് ഇങ്ങനെ വയ്ക്കുന്നു, സിംബോളിക്. ചീസ് കേക്ക്സ് എപ്പോഴും വെഡ്ജസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. The first piece of നമ്മുടെ ചീസ് കേക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഫസ്റ്റ് വെഡ്ജ് കാണുന്നുണ്ടല്ലോ, എല്ലാ സൈഡും നോക്കിക്കോളൂ. ബിസ്കോഫ് ചീസ് കേക്ക് ഇഷ്ടമായല്ലോ അല്ലേ? നോ ബേക്കാണ്. ഇത് ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് ജെലാറ്റിനൊക്കെ ചേർത്ത് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെ ഒരു സോഫ്റ്റ് ടെക്സ്ചറിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത്. കുറച്ച് കൂടുതൽ സമയം ഫ്രീസ് ചെയ്യാനായിട്ട് കൊടുക്കുക. നന്നായിട്ട് തണുക്കണം, ഉറയ്ക്കണം. എന്നിട്ട് മാത്രമേ അത് ഡിമോൾഡ് ചെയ്യാവുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇത് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു വെഡ്ജ്, ഒരു പീസ് ഓഫ് ഇതിന് ഒരു 350 രൂപ വരെ ചാർജ് ചെയ്യുന്നുണ്ട് പല പേസ്ട്രി ഷോപ്സും. 300 to 350. അപ്പം നമുക്കിത് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 1500 റുപ്പീസിനകത്ത് എക്സ്പെൻസ് വരും. നല്ല രീതിയിൽ ബിസ്കോഫൊക്കെ ചേർത്ത് ചെയ്താൽ. അത് കുറച്ചുകൂടെ കുറച്ച് ചെയ്താലും നന്നായിരിക്കും. എന്നാൽ ഒരു 1000 റുപ്പീസിന് താഴെ ആവുള്ളൂ. പക്ഷേ ഒരു പീസിന് നമുക്കൊരു ഹാർഡ്ലി ഒരു 150 റുപ്പീസിന് നമുക്ക് വർക്കൗട്ട് ആവും. നമ്മൾ പുറത്ത് 350 രൂപ കൊടുത്ത് കഴിക്കുന്ന കാര്യം നമുക്കൊരു 150 രൂപയ്ക്ക് വീട്ടിൽ തയ്യാറാക്കി കഴിക്കാം. അങ്ങനെ ഒരു ഗുണവും കൂടി ഉണ്ട്. അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കാൻ, ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഈസിയാണ്. അപ്പോൾ ഈ ഒരു ന്യൂ ഇയറിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാജിക് ഓവൻ തരുന്നൊരു സമ്മാനമായിട്ട് എടുക്കുക ഈ ഒരു മധുരം. അപ്പോൾ ഈ ഒരു വർഷം, വരും വർഷം 2024 എല്ലാവർക്കും ഒരു നല്ല വർഷമാകട്ടെ. എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. കൈരളിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെയും മാജിക് ഓവൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ.